കോഴിക്കോട് ബംഗളൂരു കെഎസ്ആർടിസി ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ നിർണായകമായ വഴിത്തിരിവ്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന കെഎസ്ആർടിസി ബസ്സിന് നേരെയുണ്ടായ മുട്ടയേർ ഈ സംശയം ബലപ്പെടുത്തുന്നുണ്ട്. അന്ന് അപകടം നടന്ന അതേ സ്ഥലത്ത് വെച്ചാണ് മുട്ടയേർ ഉണ്ടായത്. ഡ്രൈവറുടെ സന്ദർഭോചിതമായ ഇടപെടലിനെ തുടർന്ന് അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കെഎസ്ആർടിസി പരാതി നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് 30 കിലോമീറ്റർ പിന്നിട്ട് ബിഡതി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വെച്ച് ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ വെച്ച് ബസ് പോകുമ്പോൾ സർവീസ് റോഡ് മുകളിലും ഞങ്ങൾ താഴെയായി വരും. അവിടെ വെച്ച് ഒരു 3 പേര് നിന്ന് മുട്ടയെറിഞ്ഞു. 2 പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ബൈക്കും ഉണ്ടായിരുന്നു, 2 ബൈക്കും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മുട്ടയെറിഞ്ഞ ഉടനെ നമ്മൾ പെട്ടെന്ന് എന്താണ് ചെയ്യണമെന്നുള്ള ഒരു ഇതിൽ വൈപ്പർ ഇടുന്നത് സേഫ് അല്ലാന്ന് എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ മുട്ടയുടെ ചോർന്നൊലിച്ച ഭാഗത്തിൻ്റെ ഇടയിൽ കൂടെ മാക്സിമം വട്ടത്തേക്ക് പോയി വെളിച്ചൂലെടുത്ത് പോയി ഒരു 2-3 കിലോമീറ്റർ പോയി വെളിച്ചൂലെടുത്ത് വെച്ച് ഗ്ലാസ്സൊക്കെ ക്ലീനാക്കി മേലധികാരികളെ വിവരം അറിയിച്ചു. അവിടുന്ന് പിന്നെ നമ്മൾ യാത്ര തുടർന്നു. ഈ നേരത്തെ ഒരു അപകടം നടന്നൊരു സ്ഥലമുണ്ടല്ലോ കോഴിക്കോട്, ആ സ്ഥലത്ത് തന്നെയായിരുന്നു അതേ സ്പോട്ട് പറഞ്ഞാൽ അത് റോഡിൻ്റെ അപ്പുറത്തായിരുന്നു. ബാംഗ്ലൂരേക്ക് പോകുന്നതായിരുന്നു, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതായിരുന്നു. 2 ഒരേ സ്പോട്ടാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇത് എത്ര പേരുണ്ടായിരുന്നു ഇവർ സംഘത്തിൽ? മൊത്തം 5 പേരാണ് നമ്മൾ ഒറ്റനോട്ടത്തിൽ കണ്ടത്. 2 ബൈക്കും പുറത്ത് 2 ആൾ ഇരിക്കുന്നത്, 3 പേര് നിന്ന് മുട്ടയേറിയുന്നുണ്ടായിരുന്നു. ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? ബസ്സിലൊരു 15ഓളം യാത്രക്കാരാണ്. ബാക്കിയുള്ളവർ നമുക്ക് മൈസൂരിൽ നിന്നായിരുന്നു ബുക്കിംഗ്. അപ്പോൾ ബാംഗ്ലൂർ 10-15 പേര് ബസ്സിലുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. കെ ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, ഡ്രൈവർ സുരേഷിന്റെ വാക്കുകൾ പ്രകാരം 5 പേരുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ തവണ അപകടം നടന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഇത് നടക്കുന്നത്. എന്റെ ചോദ്യം, ഇത് മനഃപൂർവ്വമായി ഒരു പ്ലാൻഡ് അറ്റാക്ക് പോലെ അതേ ഏരിയയിൽ വരുന്ന ബസ്സുകളെ ആക്രമിക്കുക, ഈ മുട്ട കൊണ്ട് ഒന്നാമത് ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം, 2 ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ ഇതിലേക്ക് പോയപ്പോൾ പോലും വീണ്ടും ഈ മുട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടതായിട്ടാണ് പറയുന്നത്. ഏറ്റവും കൂടുതലത്തെ വിശദാംശങ്ങൾ എന്താണ്? ഹരി, ഈ ബാംഗ്ലൂരു മൈസൂർ റൂട്ടിൽ ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ മുട്ടയേർ നടക്കുന്നത്. പക്ഷേ ഒരു പൊതുഗതാഗത സംവിധാനം, അതായത് ഒരു KSRTCക്ക് ഇത്തരത്തിലുള്ള സംഭവം ആദ്യമായിട്ടാണ്. കാരണം കാറുകളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ നിരവധി തവണ മുട്ടയെറിഞ്ഞും ടയർ പഞ്ചറാക്കിയും വലിയ തോതിൽ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുണ്ട്, കവർച്ചയ്ക്ക് ഇരയാക്കിയിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ഒരുപാട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വലിയ ഗൗരവമുള്ള സംഭവമായി മാറുന്നത് KSRTC ബസ്സിനെയാണ് ഇത്തരത്തിൽ മുട്ട എറിഞ്ഞ് അപകടത്തിൽപ്പെടുത്തി ഒരു പക്ഷേ ഡ്രൈവറുടെ കാഴ്ച മറച്ച് കവർച്ച ചെയ്യുകയായിരിക്കും ഇവരുടെ ഉദ്ദേശം. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബസ് ഈ ഡ്രൈവറുടെ സന്ദർഭോചിതമായ ഇടപെടലിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ കോഴിക്കോടിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോയ ബസ് കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത്, അതായത് ഈ സംഭവം നടന്ന അതിന് തൊട്ട് എതിർവശം ബസ് അത് കോഴിക്കോട് നിന്നും ബംഗളൂരിലേക്ക് പോവുകയായിരുന്നു. ഈ ബസ് ബംഗളൂരിൽ നിന്നും കാസർഗോഡേക്ക് വരികയായിരുന്നു. എതിർവശം ഇത്തരത്തിൽ പോസ്റ്റിലിടിച്ച് ഡ്രൈവറും കണ്ടക്ടറും 2 പേരാണ് ദാരുണമായി മരണപ്പെട്ട സാഹചര്യം ഉണ്ടായത്. ആ സംഭവത്തിൽ ഇതുവരെ എന്താണ് അതിന് കാരണം എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു സംശയം, വലിയ സംശയം ഉയർന്നത് ഇപ്പോൾ ഇത് തന്നെയാണ്. ഈ സംഘം ബസ്സുകളെ ഇത്തരത്തിൽ ലക്ഷ്യം വെച്ച് മുന്നോട്ട് വരുന്നുണ്ടോ എന്ന ഒരു സംശയം ഇപ്പോൾ വരുന്നത്. അതാണ് ഡ്രൈവർ സുരേഷിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 5 പേരാണ് ഇവർ ഉണ്ടായിരുന്നത്. 2 ബൈക്കുകളിലായെത്തി 3 പേർ ചേർന്ന് മുട്ടയെറിഞ്ഞു. 2 പേർ ഈ ബൈക്കിൽ കാത്തിരുന്നു. അങ്ങനെ ബസ് അപകടപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തകർ എന്ന വ്യാജേനെ ഇവർ ബസ്സിനകത്ത് കയറുകയും അതിൽ ഉള്ള സാധനങ്ങൾ ഇത്തരത്തിൽ കവർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഇത് പലതവണ ബംഗളൂരു മൈസൂർ റൂട്ടിൽ പണ്ടുകാലം മുതലേ ഉള്ളതാണ്, ഇപ്പോഴും അതുള്ളതാണ്. പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് വലിയ ഒരുപാട് ആളുകളുള്ള ഒരു ബസ്സിനാണ് ഇത്തരം സംഭവം എന്നത്. ഏതായാലും ഈ സംഭവത്തെ വളരെ ഗൗരവമായാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് എടുത്തിട്ടുള്ളത്. മന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ മന്ത്രിയുടെ വാക്കുകളിലേക്ക് തന്നെ പോകാം, എന്നിട്ട് ബൈജുവിലേക്ക് വരാം. പോലീസിൽ പരാതി നൽകിയതായി ഗതാഗത മന്ത്രി CP ജോൺ പറയുന്നു. സംഭവം ഗൗരവത്തോടെ എടുക്കും. 2 പേർ മരിച്ച വിഷയത്തിൽ മുട്ടയേർ ഉണ്ടായോ എന്ന് പരിശോധിച്ചു വരികയാണ്. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ മുട്ടയുടെ അവശിഷ്ടം കണ്ടോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ലെന്നുമാണ് മന്ത്രിയുടെ വാക്കുകൾ. ഞാനിപ്പോൾ ഇന്ന് കാലത്ത് തന്നെ KSRTC MD ആയിട്ട് സംസാരിച്ചു. നമ്മുടെ ഓഫീസർമാർ അവിടെ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകം FIR ആയി കാണും. അപ്പോൾ നമ്മുടെ ഗവൺമെന്റും അവരുടെ ഗവൺമെന്റുമായി സംസാരിക്കും. എന്തായാലും ഇങ്ങനെ മുട്ട എറിഞ്ഞു എന്നുള്ളത് ഈ ബസ്സിന് നേരെയല്ല, മറ്റൊരു ബസ്സിന് നേരെ ആണെങ്കിലും മുട്ട എറിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പം നമുക്ക് മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ കിട്ടുന്നത്, അല്ലേ? അത് ഞങ്ങളും വളരെ സീരിയസ് ആണ് ആ വിഷയത്തിൽ. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ FIR ഇട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തും. ചർച്ചയല്ല,
അതിന്റെ അന്വേഷണങ്ങൾ നടത്തും. അല്ല, വകുപ്പ് തലമല്ല, പോലീസ്. ഞങ്ങളുടെ ബാംഗ്ലൂർ ഇപ്പോൾ 2 പേര് മരിച്ചില്ലേ, ആ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വല്ല ഇടപെടലും ഏറുകളും ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, മന്ത്രിയുടെ വാക്കുകൾ പ്രകാരം അങ്ങനെയാണ്, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ല. ബൈജു അത് ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും ഇതേ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവർ പ്ലാൻഡ് ആയിട്ട് ആസൂത്രിതമായി മുട്ടേറ് നടത്തുക, ബസ് അപകടത്തിലാക്കുക, രക്ഷാപ്രവർത്തകർ എന്ന പേരിൽ അവിടേക്ക് കയറി പറ്റുക, അടിച്ചു മാറ്റുക. ഇത് പലപ്പോഴായി നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് സംയോജിതമായ ഇടപെടലാണ്. ഒരുപക്ഷെ ബൈജു സുരേഷിനോട് നേരിട്ട് സംസാരിച്ചതാണ്. വൈപ്പർ ഇടുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാതെയാണ് ബസ് ഓടിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു സംയോജിതമായ ഇടപെടലാണ്. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി വിപരീതമായേനെ. സുരേഷിൽ നിന്നും വീണ്ടും ബൈജുവിന് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ്? ഹരി, അദ്ദേഹം ഇപ്പോഴും ആ നടുക്കത്തിൽ നിന്നും മോചിതനായിട്ടില്ല. അത്രത്തോളം അയാൾ ആ ഒരു സംഭവത്തെ പറയുമ്പോൾ അതാണ് പറയുന്നത്, ഒരു സെക്കൻഡ് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് വൈപ്പർ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബസ് എന്തായാലും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടും. അങ്ങനെ അപകടത്തിൽപ്പെടുകയായിരുന്നു. അത്യാവശ്യം വേഗതയിലാണ് ഈ ബാംഗ്ലൂർ മൈസൂർ റൂട്ടിൽ കൂടി ആ ബസ്സുകളൊക്കെ യാത്ര ചെയ്യുന്നത്. പ്രത്യേകിച്ച് രാത്രി യാത്രയായതുകൊണ്ട് അങ്ങനെ വലിയ ഗതാഗത പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു ഒഴിഞ്ഞ സ്ഥലവുമാണ്. ഇവിടെ CCTV ക്യാമറകളിൽ ഇതൊക്കെയാണ് വലിയ സംശയം ഉയർത്തുന്നത്. അവിടെ CCTV ക്യാമറകളൊന്നും തന്നെയില്ല. നേരത്തെ ഒരു ബസ് അപകടമുണ്ടായി, 2 പേർ മരിച്ച അതേ സ്ഥലം. ഇത്തരത്തിൽ ഒരു കവർച്ച അല്ലെങ്കിൽ ഒരു അട്ടിമറി ശ്രമം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഡ്രൈവർ വൈപ്പർ ഓണാക്കിയില്ല. കാരണം ഇദ്ദേഹത്തിന് അറിയാം, വൈപ്പർ ഓണാക്കിയാൽ പിന്നീട് വണ്ടി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത രീതിയിൽ കാഴ്ച മറിയും. ഇദ്ദേഹം 2-3 കിലോമീറ്റർ യാത്ര ചെയ്തതിനു ശേഷം അവിടെ ഒരു വെളിച്ചമുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഈ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്ത് പിന്നീട് യാത്ര തുടരുകയായിരുന്നു. എന്തായാലും അത് വലിയൊരു അപകടത്തിൽ നിന്നും ഈ തലനാരിലേക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. 16ഓളം പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു ആ വാഹനത്തിൽ. നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിൽ 30ഓളം പേരായിരുന്നു, നിറയെ യാത്രക്കാരായിരുന്നു. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഒരുപക്ഷെ പണവും അതുപോലെ സ്ത്രീകൾ ഉൾപ്പെടെ സ്വർണ്ണങ്ങളൊക്കെ ധരിച്ചു പോകുന്ന ഒരു യാത്രയാണ് ഈ ബാംഗ്ലൂരേക്ക് പ്രധാനമായും. അങ്ങനെ വാഹനങ്ങളെ, ബസ്സുകളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സംഘം നീങ്ങുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമാണ്, വലിയ ആശങ്കയുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഓണാവധിക്കൊക്കെ ഇനി കൂടുതൽ ആളുകൾ, ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളത് ബാംഗ്ലൂരിലൊക്കെയാണ്. ഒരുപാട് ആളുകൾ ഇനി നാട്ടിലേക്ക് വരാനുണ്ട്. അങ്ങനെ അധികം പേരും ട്രെയിൻ അങ്ങനെ ടിക്കറ്റ് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബസ്സുകളിലാണ് ഇവരൊക്കെ യാത്ര ചെയ്യാറുള്ളത്. അത് പല ജില്ലകളിലേക്കും, അത് കാസർഗോഡ് മാത്രമല്ല, കണ്ണൂരായാലും കോഴിക്കോടായാലും കൊച്ചിയിലേക്കായാലും ബാംഗ്ലൂരിൽ നിന്നും ബസ്സുകൾ രാത്രി ഒരുപാട് ബസ്സുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഈ KSRTC ഉണ്ട്, അതോടൊപ്പം പ്രൈവറ്റ് ബസ്സുകളുമുണ്ട്. ഇതെല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം പലയിടങ്ങളിലും ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഈ ഒരു എക്സ്പ്രസ് ഹൈവേയിലുണ്ട്. നമ്മളൊക്കെ അധികം സഞ്ചരിക്കുന്ന ഒരു വഴിയാണിത്. ആ സമയത്തൊക്കെ പല തരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. നിരവധി ആളുകളുടെ പരാതിയുണ്ട്. ചില ലോക്കൽ പോലീസുകാരുടെ ഒക്കെ സഹായത്തോടെ ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന ആക്ഷേപം ഒക്കെ ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ എക്സ്പ്രസ് ഹൈവേയുടെ ഒരു പ്രത്യേകത 25-30 കിലോമീറ്ററിലൊക്കെയാണ് എക്സിറ്റ് ഉള്ളത്, അല്ലെങ്കിൽ അതിനകത്ത് കയറാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ നിന്നും പോലീസ് പരിശോധന ഒരു തരത്തിലും ഉണ്ടാകാറില്ല. വാഹനങ്ങളും വലിയ തോതിലുള്ള ഒരു വാഹനങ്ങളൊന്നും രാത്രി ആയാലും ഉണ്ടാവില്ല. പക്ഷേ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് 9:15-10 മണിക്ക് ഉള്ളിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത്. സാധാരണ 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ പുലർച്ചെ ഒരു 4 മണിക്ക് മുൻപ് ഇങ്ങനെ വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ലോറി ഇടിപ്പിച്ച് കാറിനിടിപ്പിച്ച് ഇത്തരത്തിൽ ഒരു കവർച്ച നടന്ന സംഭവം ഉണ്ടായിരുന്നു. അതിൽ 5 പേരായിരുന്നു ആ സമയത്ത് മരണപ്പെട്ടത്. കോഴിക്കോട് നിന്നുള്ള മറ്റൊരു ബസ്സിനെ ഇത്തരത്തിൽ കവർച്ചയ്ക്ക് ഇരയാക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ബസ്സിന് നേരിട്ട് ഇങ്ങനെ 5 പേരൊക്കെ ഇരുചക്ര വാഹനത്തിലെത്തി മുട്ടയെറിയുകയും ആ ബസ്സിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഏതായാലും അത് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. ഈ കാര്യം വളരെ ഗൗരവത്തോടുകൂടി എടുത്തിട്ടുണ്ട്. നേരത്തെ കോഴിക്കോട് നിന്നും പോയ ആ ബസ്, അതിലെ അപകടം, ആ അപകടത്തിൽ 2 പേർ മരിക്കാനിടയായ സാഹചര്യം, അത് വിശദമായി അന്വേഷിക്കുന്ന ആവശ്യപ്പെട്ടൊരു പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഈ മുട്ടേറ് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടും KSRTC പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത് കർണാടക പോലീസ് ഗൗരവത്തിലെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് മലയാളികളെ ബാധിക്കുന്ന, മലയാളികളെ ആശങ്കയിലുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. മാത്രമല്ല രാത്രി യാത്ര വളരെ ജാഗ്രത വേണമെന്നൊരു സന്ദേശം കൂടി ഇതിലുണ്ട്. ഇത്തരത്തിൽ
ഈ വാർത്ത കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഈ റൂട്ടൊക്കെ അറിയുന്നതുകൊണ്ടാണ് രാമനഗര, മാണ്ഡ്യ, ബിദടി ഇത്തരം സ്ഥലങ്ങൾ, ഇലിവാൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വിജനമായ സ്ഥലങ്ങളാണ്. നേരത്തെയൊക്കെ പലതരത്തിലുള്ള കവർച്ച റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു കാരണവശാലും വാഹനത്തിൽ പോകുന്നവർ എവിടെയെങ്കിലും വിശ്രമിക്കണം തോന്നി നിർത്തിയിട്ട് അങ്ങനെ വിശ്രമിക്കുന്നതൊക്കെ നേരത്തെ അപകടത്തിന് ഇടയാക്കിയിട്ടുണ്ട്, കവർച്ചയ്ക്ക് ഇരയാക്കിയിട്ടുണ്ട്. അത് പ്രധാനമായും ഇരുചക്ര വാഹനങ്ങളിൽ ഇങ്ങനെ ആളുകളെത്തും. മാത്രമല്ല എവിടെയെങ്കിലും ഇവർ ആക്സിഡന്റ് ആയ പോലെ ഇവർ കിടക്കുന്നുണ്ടാകും. അത് ഒരുപക്ഷെ മലയാളികൾ പ്രത്യേകിച്ച് ഇത്തരം സംഭവങ്ങളുണ്ടായാൽ പെട്ടെന്ന് അവിടത്തേക്ക് എത്തും, അവരുടെ അരികിലേക്ക് എത്താൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും അവരുടെ കവർച്ച ഉണ്ടാകുക. അങ്ങനെ പല വിധത്തിൽ ടയർ പഞ്ചറാക്കുന്ന സംഭവമുണ്ട്. ഒരു കാരണവശാലും ഈ യാത്ര, രാത്രി യാത്ര ഈ ബാംഗ്ലൂരു മൈസൂർ റൂട്ടിൽ പണ്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. അത് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു ഭീതി അവിടെ തുടരുന്നുണ്ട് എന്നതാണ് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഓണാവധിക്കൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരാനുണ്ട്. ജാഗ്രത പാലിക്കണമെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം ഈ പോലീസിന്റെ നിരീക്ഷണം അത് ശക്തമാക്കാനുള്ള ഒരു ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി തലത്തിൽ തന്നെ ഇടപെടലിന് ഒരു ആവശ്യം കൂടി ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. അതോടൊപ്പം കോഴിക്കോട് നിന്നും ഇത്തരത്തിൽ പുറപ്പെട്ട ഈ ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും മരിക്കാനിടയ സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കാരണം ആ ഡ്രൈവറെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഏതായാലും ഇവരുടെ ഈ ഒരു അപകടത്തിൽ നിന്ന് ഒഴിവായത് അത് വലിയ തലനാരിഴക്ക് തന്നെയാണ്. ആ ഡ്രൈവർ അത്രത്തോളം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് ആ നടുക്കം ഇപ്പോഴും ഉണ്ട്. വിജനമായ ഒരു സ്ഥലമാണെന്ന് അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടി വരും. അത് കർണാടക സർക്കാരിന്റെ ഭാഗത്താണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ലോക്കൽ സ്റ്റേഷനിലെ പോലീസുകാരും ഇത്തരത്തിലുള്ള സംഘങ്ങളും തമ്മിൽ ബന്ധങ്ങളുണ്ട്. കാരണം ഇവർക്ക് ഇത്തരത്തിൽ മോഷ്ടിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ കവർച്ചിച്ച് കിട്ടുന്ന പണം വീതിച്ചെടുക്കുന്നതൊക്കെ സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പല സ്റ്റേഷനുകളായാലും. അതുകൊണ്ട് ഇത് ഉന്നത തലത്തിലുള്ള ഇടപെടൽ, അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ്. എന്തായാലും ഗതാഗത മന്ത്രി CP ജോൺ പോലീസിന് പരാതി നൽകിയിട്ടുള്ളതായിട്ടും വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ആരാണ്, ഈ സംഘത്തിന് പിന്നിൽ ആരാണ്? ഡ്രൈവർ സുരേഷിന്റെ വാക്കുകൾ പ്രകാരം 5 പേരടങ്ങുന്ന സംഘമാണെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചറിയേണ്ടതുണ്ട്. KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.